ജീവനാഥം മാനേജിങ് എഡിറ്ററാണ്. എറണാകുളത്തു നിന്നാണ് വരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സന്തോഷിക്കാം സ്റ്റീഫൻ അച്ഛനെ നമുക്ക് ലഭിച്ചതിൽ. സ്റ്റീഫൻ അച്ഛൻ ഇന്ന് നമ്മളുമായിട്ട് വചനം പങ്കുവെച്ച് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാനായിട്ട് പോകുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ അച്ഛനിലേക്ക് കടന്നു വരുന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം. യേശുവേ സ്തോത്രം. ജീവാത്മിയ എന്നിൽ കൃപയായി ഒഴുകണമേ. ജീവാത്മിയ എന്നിൽ കൃപയായി ഒഴുകണമേ. കൃപാഗ്നിയ കൃപാഗ്നിയ നിറയണമേ നിറയണമേ. കൃപാഗ്നിയ കൃപാഗ്നിയ നിറയണമേ നിറയണമേ. ജീവാഗ്നിയ എന്നിൽ കൃപയായി ഒഴുകണമേ. ജീവാഗ്നിയ എന്നിൽ കൃപയായി ഒഴുകണമേ. കരം ഉയർത്തി യേശുവേ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വചനം ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ ചെന്ന്, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും ആകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല. തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, എബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറുമായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. കർത്താവിന്റെ സുവിശേഷം. നമുക്കിരിക്കാം.
വചനം കേൾക്കുവാനായി ഈ അൾത്താര മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഏവർക്കും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് ഈ വചനപന്തലിലേക്ക് വരാൻ ഒരുങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഞാനിരിക്കുന്ന പള്ളിയുടെ ഉള്ളിലായി ഒരു കാക്കി ഷർട്ടൊക്കെ ഇട്ട് ഒരു ചേട്ടൻ അകത്ത് കയറി ഇരിക്കുന്നു. അപ്പോൾ കൈക്കാരൻ വന്നിട്ട് പറഞ്ഞു, അവിടെ ഒരാൾ പമ്മി ഇരിക്കുന്നുണ്ട്. അയാൾ കയ്യിൽ നിന്ന് കുറേ ATM കാർഡുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അച്ഛനൊന്ന് വന്ന് അയാളെ കാണണം. ഞാൻ ചെന്നപ്പോൾ ഒരു പാവം മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള ATM കാർഡുകൾ കുറേ എണ്ണം എടുത്ത് നിരത്തിയിട്ടിരിക്കുന്നു. മാതാവിൻ്റെ ദേവാലയമാണ്. ആ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലായി ഇരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള ATM കാർഡുകൾ മുഴുവൻ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താണ് ചേട്ടാ, എന്ത് പറ്റി? അതെ അച്ഛാ, ഞാൻ വീണുപോയ ഏത് ഉപകരണമാണോ ആ ഉപകരണം കൊണ്ട് തന്നെ തമ്പുരാൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ മുമ്പിൽ ഞാൻ ഈ ATM കാർഡ് മുഴുവൻ ഇട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അയാൾ ഭയങ്കര റമ്മി കളിക്കാരനാണ്. ഓൺലൈൻ റമ്മി കളിയാണ് പരിപാടി. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചിരിക്കുന്നു. ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ല. ഇനി ഒരു ഗതിയില്ല, ഉള്ള കാശെല്ലാം തീർന്നു. ഇനി തമ്പുരാൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ ATM കാർഡ് മുഴുവൻ സമർപ്പിക്കുകയാണ്. ഇനി തമ്പുരാന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ശരി, കൈക്കാരന് ഞാനും കൂടി പറഞ്ഞു, പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മ മധ്യസ്ഥ യാചിച്ച് നമുക്ക് വേണ്ടി അത്ഭുതകരമായി ഇടപെടട്ടെ എന്ന് പറഞ്ഞ് പോരുന്നു. ആ മനുഷ്യൻ വീണ്ടും മുട്ടുമേ നിന്ന് ATM കാർഡ് രണ്ട് കയ്യിലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എത്തിയിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നാം വായിച്ചു കേട്ടപ്പോൾ ഈ സംഭവം പറഞ്ഞു തുടങ്ങണമെന്ന് ആത്മാവ് പ്രേരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശുനാഥൻ്റെ തലയിൽ മുൾമുടി ധരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? പ്രവചനങ്ങളിൽ ഒന്നും പറയുന്നില്ല മുൾമുടി ധരിക്കുന്നതിനെ പറ്റി. പിന്നെ എന്താണ് ഈ മുൾമുടി ധരിച്ചൊരു ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? യഹൂദർ അവനെ കൊല്ലാൻ കൊണ്ടുവരുമ്പോൾ അവന് വേണ്ടിയുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ഇവിടെ പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? എന്ത് അധികാരമാണ് നിനക്കുള്ളത്? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാത്ത തമ്പുരാൻ, മൗനമായി നിൽക്കുന്ന ദൈവം. നമ്മുടെ മുമ്പിലും ഒരു ചോദ്യമുണ്ട്, ക്രിസ്തു നമുക്കാരാണ്? കുട്ടിക്കാനത്തൊരു യൗവനക്കാരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ക്രിസ്തു നിനക്കാരാണ്? യേശു ക്രിസ്തു നിന്റെ ആരാണ്? കുറച്ചു പേർ പറഞ്ഞു, യേശു എൻ്റെ ദൈവമാണ്. ശരിയാണ്. യേശു അത്ഭുത പ്രവർത്തകനാണ്. ശരിയാണ്. യേശു ഒരു നല്ല മനുഷ്യനാണ്. ശരിയാണ്. യേശു നിനക്കാരാണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിനുള്ള വ്യാഖ്യാനം അതിൻ്റെ ഉത്തരമാണ്. അങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പയ്യൻ പറഞ്ഞു, യേശു ഒരു ചരിത്ര പുരുഷനാണ്. ശരിയാണ്. ഒരു ചരിത്രത്തിനും മാറ്റി നിർത്താനാവാത്ത വിധം ശക്തമായി ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് നിന്നവന്റെ പേരാണ് യേശു. യേശുവിന് മുൻപും യേശുവിന് ശേഷവും. ശരി. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാരിയായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, യേശു എൻ്റെ രക്ഷകനാണ്. ഞാൻ പറഞ്ഞു, എല്ലാവരും കൈയടിക്കാൻ പറഞ്ഞു. എല്ലാവരും കൈയടിച്ചേ. യേശു ദൈവമാണ്. ഉത്തരം ശരിയാണ്. പക്ഷെ നിനക്ക് യേശു ആരാണ്? യേശു രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നവർക്കാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിന് സാങ്കത്യം ഉണ്ടാകുന്നത്. കരയുയർത്തി പറയാമോ? ഹല്ലേലൂയ. യേശു രക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ, യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ രക്ഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ.
യേശു രക്ഷകനാണ് എന്നുള്ളതാണ് ഒരു ക്രൈസ്തവ വിശ്വാസി സംബന്ധിച്ച്, ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം. അവൻ ദൈവമാണ്, ശരിയാണ്, അത്ഭുത പ്രവർത്തകനാണ്, ചരിത്രത്തിൽ രണ്ടായി വിഭജിച്ചവനാണ്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് യേശു എൻ്റെ രക്ഷകനാണ്. ഈ രക്ഷകനായ യേശു എന്തുകൊണ്ട് മുൾമുടി ധരിച്ചു നിന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുഹൃദയത്തെ ചുറ്റി എന്തുണ്ട്? ഒരു മുൾമുടി ചൂടി നിൽപ്പുണ്ട് അല്ലേ? എന്തിനാണ് തിരുഹൃദയത്തിന് ചുറ്റും മുൾമുടി? അപ്പൊ നിങ്ങൾ പറയും അത് യേശു ധരിച്ച മുൾമുടി ആയതുകൊണ്ടാണ്. ഇനി യേശു എന്തിനാണ് മുൾമുടി ധരിച്ചത്? എന്തിനായിരിക്കും? വെറുതെ ഒരു അലങ്കാരത്തിന് തലയിൽ വെക്കണ്ടെന്ന് വിചാരിച്ചോ? യേശു എന്തിനാണ് മുൾമുടി ധരിച്ചത്? മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണെന്ന് നമ്മൾ പൊതുവെ പറയുന്നു അല്ലേ? എന്തെങ്കിലും ചരിത്രമുണ്ടോ? ദൈവികമായ വെളിപാടുകളുണ്ടോ ഇതിന്? പ്രിയപ്പെട്ടവരെ, യേശു മനുഷ്യകുലത്തിന്റെ മുഴുവൻ ശാപത്തെ ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് മുൾമുടി ധരിച്ചത്. കരമുയർത്തി പറയൂ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം കരം പിടിച്ചുകൊണ്ട് നടന്നിരുന്ന ആദി മാതാപിതാക്കൾ അവരുടെ പാപകാലത്തിനു ശേഷം അവർ പരസ്പരം കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ദൈവം പറഞ്ഞ ശാപവാക്കുകളിൽ ഒന്ന്, ഈ ഭൂമി മുള്ളുമുളപ്പിക്കും, നിനക്ക് ഭൂമി ഫലം തരുകയില്ല. ഉൽപ്പത്തി പുസ്തകം. ഇത് വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ നടുങ്ങത്തില്ലേ? ആദ്യമായി സൃഷ്ടിച്ച ഒരു ദൈവം, ആദ്യമായി സൃഷ്ടിച്ച ഈ മനുഷ്യന്റെ ആ തിരിച്ചറിവ് പോലും ആകാത്ത തൻ്റെ ഏക സൃഷ്ടിയുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഭൂമി മുള്ളുമുളപ്പിക്കും, നിനക്ക് ഭൂമി ഫലം തരുകയില്ല. എന്ത് ക്രൂരനല്ലേ, എന്ത് ദുഷ്ടനാ ദൈവം അല്ലേ? അങ്ങനെ നമുക്ക് തോന്നത്തില്ലേ? എന്നാൽ രക്ഷാകര ചരിത്രത്തിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കും, എല്ലാ ദൈവീക രഹസ്യങ്ങളും മഹത്തായ രഹസ്യങ്ങളും ദൈവം വെളിപ്പെടുത്തുന്നത് മുൾപടർപ്പുകൾക്കിടയിലാണ്. കരമുയർത്തി പറയൂ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഞ്ഞുമൂടി കിടക്കുന്ന മോറിയ മലമുകളിലേക്ക് ഇസഹാക്കുമൊത്തു പോകുന്ന ഈ അബ്രഹാം എന്ന് പറയുന്ന പൂർവ്വപിതാവ്, വിളിച്ചു മാറ്റപ്പെട്ടവൻ, 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് അബ്രഹാത്തെ കുറിച്ച് പറയുമ്പോൾ നീ അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു പുത്രന് വേണ്ടി ദാഹിച്ചിരുന്നവന് ഇസ്ഹാക്ക് എന്ന് പറയുന്ന പുത്രനെ കിട്ടിക്കഴിഞ്ഞപ്പോ ദൈവം അവനോട് പറയുന്നു, ഇവനെ കൊണ്ടുപോയി മോറിയ മലമുകളിൽ കൊണ്ട് ബലിയർപ്പിക്കും. മറുത്തൊന്നും പറയാതെ ഇസഹാക്കിനെയും കൊണ്ട് അവൻ ആ മോറിയ മലമുകളിൽ കടന്നു പോകുന്നു. അങ്ങോട്ട് പോകുമ്പോ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെ, എല്ലാ സാധനവും കയ്യിലുണ്ട്. എന്തൊക്കെയാണ്? വിറക്, കത്തി, തീയ് എല്ലാം ഉണ്ട്. കുഞ്ഞാടെവിടാ? അപ്പോ അബ്രഹാം പറയുന്നൊരു മറുപടിയുണ്ട്. ചങ്കുലഞ്ഞ് ഏകപുത്രനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുക എന്നാണ് അറിയാവുന്നവൻ പറയുന്നൊരു മറുപടിയുണ്ട്. എന്താണെന്നോ? അതെ, ദൈവം തരും. കരമർത്തി പറയൂ ഹല്ലേലൂയ. സ്വരമർത്തി പറയൂ ഹല്ലേലൂയ. ദൈവം തരും. മഞ്ഞുമൂടി കിടക്കുന്ന മോറിയ മലമുകളിലേക്ക് പോയി കുതറാതെ നിൽക്കുന്ന ഇസഹാക്കിനെ കരം ബന്ധിച്ച് അൾത്താരമേൽ കിടത്തി, അല്ലെങ്കിൽ ഒരു ബലിപീഠത്തിന്മേൽ കിടത്തി അവൻ കത്തി ഉയർത്തുമ്പോ ദൈവദൂതൻ പറയുന്നു, കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്, കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്. നീ അങ്ങോട്ട് നോക്കൂ, അവിടെ മുൾപടർപ്പുകൾക്കിടയിൽ ഒരു കുഞ്ഞാട് കിടക്കുന്നു. കരമറ്റി പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസഹാക്കിനു പകരം ബലിയർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാട് ദാ ഈ മുൾപടർപ്പിനിടയിൽ കിടക്കുന്നു. പകരം വെക്കാൻ ഒരു കുഞ്ഞാട് ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പുത്രന് വേണ്ടി ദാ ദൈവം തരും, ഈ മലയിൽ എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം ആ കുഞ്ഞാടിനെ, മുൾപടർപ്പുകൾക്കിടയിൽ കിടന്നിരുന്ന കുഞ്ഞാടിനെ എടുത്തുകൊണ്ടുവന്ന് ബലി അർപ്പിച്ചിട്ട് ദാ കടന്നു പോകുന്നു.
താഴേക്ക് ഇറങ്ങിപ്പോരുമ്പോൾ ദൈവമെല്ലാം തരുമെന്ന് പറഞ്ഞ് ചങ്കോട് ചേർത്ത് തൻ്റെ പുത്രനെ പിടിക്കുമ്പോൾ അവന് ആ കുഞ്ഞാടിനെ കിട്ടിയ ആ ഇടം മുൾപടർപ്പിനിടയിലാണ്. തീർന്നില്ല. പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നവൻ മോശ രാജകൊട്ടാരത്തിന്റെ സുഖശീതളമയിൽ നിന്ന് തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്ന ആ ജനത്തിന്റെ കഷ്ടതകൾ കണ്ട് അതിൽ അവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചപ്പോ അതിൽ ഈജിപ്തുകാരൻ ഒരുത്തനെ തല്ലിക്കൊന്ന് അടുത്ത രണ്ടുപേർ തമ്മിൽ ശണ്ട കൂടുമ്പോ നിങ്ങൾ എന്തിന് ശണ്ട കൂടുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ നീ എന്റെ അധികാരിയായിട്ട് ആരാ നിന്നെ നിയമിച്ചത് എന്ന് ചോദിക്കുമ്പോ പേടിച്ചോടി മിദിയാനിലെത്തുന്നു. അവിടെ മിദിയാനിൽ ആട്ടിടയനായി ജത്രോയുടെ ആട്ടിടയനായി മകളെ കെട്ടി അവിടെ അങ്ങനെ വാഴുകയൊന്നുമല്ല, മരുഭൂമിയിലൂടെ ഇങ്ങനെ അലയുമ്പോൾ ഓർക്കണം, രാജകൊട്ടാരത്തിൽ എല്ലാം ലഭിച്ചുകൊണ്ടിരുന്നവനാണെന്ന് ഓർക്കണം. അവിടെ ഒരുത്തിനെ തല്ലിക്കൊന്നു എന്നുള്ളത് പ്രാണഭയം കൊണ്ട് ഓടിയെത്തിയതാണെന്ന് ഓർക്കണം. അങ്ങനെ വളരെ സംഘർഷഭരിതമായ മോശയുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിലൂടെ അവർ അങ്ങനെ കടന്നു പോകുമ്പോ ഒരു ദിവസം അവന്റെ മുമ്പിൽ ഒരു മുൾപടർപ്പിങ്ങനെ എരിയാതെരിയുന്ന തീനാളമായി നിൽക്കുന്നു. അടുത്തു ചെല്ലുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കാണാൻ ആകാംക്ഷപൂർവ്വം എത്തുന്ന മോശയോട് ദൈവം കൽപ്പിക്കുന്നു, ചെരുപ്പ് അഴിച്ചു വെക്കൂ. ചെരുപ്പ് അഴിച്ചു വെക്കൂ എന്ന് പറഞ്ഞ അവനെ ദാ അടുത്ത് ചെന്ന് കാണാനായി ആഗ്രഹിക്കുമ്പോ ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് ദാ ഇവിടെയാ, മുൾപടർപ്പിനിടയില്ല. എരിയാതെരിയുന്ന മുൾപടർപ്പിനിടയിൽ ഞാൻ ആകുന്നവനാകുന്നു. അതുവരെ ദൈവം എന്ന സംജ്ഞയിൽ നിന്ന് ഞാൻ ആകുന്നവനാകുന്നു എന്നൊരു ഒറ്റവാക്കിൽ, അതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നത് ഭൂതകാലത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും നീളുന്ന ഒരു വാക്കാണ് ഈ യാഹ്വേ എന്ന് പറയുന്നത്. ഞാൻ ആയിരുന്നവൻ, ഞാൻ ആകുന്നവൻ, ഞാൻ ആകാൻ പോകുന്നവൻ എന്നൊക്കെ പറയാവുന്ന ഒരു വാക്ക്. ദൈവത്തെക്കുറിച്ച് ആദ്യത്തെ പേര് വെളിപ്പെടുത്തൽ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഒരു മുൾപടർപ്പിനിടയിലാണ്. കരമുയർത്തി പറയൂ ഹല്ലേലൂയ, സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയ. ദൈവം തൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഇങ്ങനെ മുൾപടർപ്പിനിടയിലാണ്. ശാപമാണ് എന്ന് അവൻ പറഞ്ഞ അതേ മുൾപടർപ്പുകൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ വേദിയായി മാറുന്നു എന്നുള്ളതാണ് സുവിശേഷം. തീർന്നില്ല. ഈ രണ്ട് വെളിപ്പെടുത്തലുകൾക്ക് ശേഷം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു ഏലിയ പ്രവാചകൻ നാബോത്തിന്റെ നൊമ്പരങ്ങൾ കണ്ട് സങ്കടപ്പെട്ട് തന്റെ രാജാവിന്റെ മുമ്പിൽ ചെന്ന് നീ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടായിരുന്നവൻ ജസബൽ എന്ന രാജ്ഞിയെ നേർക്കുനേർ നിന്ന് അവൻ പറയാൻ നീ ചെയ്തത് തെറ്റാണ്, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുമെന്ന് പ്രവചിക്കാൻ ചങ്കൂറ്റമുണ്ടായിരുന്നൊരുവൻ. പക്ഷേ അവൻ പ്രാണഭയം കൊണ്ട് ഓടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് 40 ദിവസം ഒന്നും കഴിക്കാനാവാതെ പോകുമ്പോൾ, അവൻ അങ്ങനെ ക്ഷീണിച്ചു പോകുമ്പോൾ ഒരു നദീതീരത്ത് കിടന്നുറങ്ങുമ്പോൾ അവന്റെ മുമ്പിലേക്ക് ആദ്യമായി കാക്കച്ചുണ്ടിൽ അപ്പം കൊടുക്കുന്ന ദൈവം. കരമർത്തി പറയൂ ഹല്ലേലൂയ, സ്വരമർത്തി പറയൂ ഹല്ലേലൂയ. കാക്കച്ചുണ്ടിൽ അപ്പം കൊടുക്കുന്നു. കാക്കച്ചുണ്ടിൽ അപ്പം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബൈബിൾ അതങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും, കാക്ക മറ്റൊരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ സാധ്യതയുള്ള ഒരു പക്ഷിയാണ്. അങ്ങനെയാണ് പഴയ പാട്ടുകളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പണ്ട് പഠിപ്പിച്ച പാട്ടുകളിലൊന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കാക്ക, അപ്പം പറിച്ചുകൊണ്ട് പോകുന്ന കാക്ക എന്നൊക്കെയല്ലേ. അങ്ങനെയുള്ള കാക്ക തൻ്റെ പ്രവാചകന് വേണ്ടി കാക്കച്ചുണ്ടിൽ അപ്പം കൊടുക്കുന്നു. അതേസമയം രാജകൊട്ടാരത്തിലും ആ നാട്ടിൽ മുഴുവൻ ക്ഷാമം. രാജകൊട്ടാരത്തിലും നാട്ടിൽ മുഴുവൻ ക്ഷാമമുള്ളപ്പോൾ കാക്കച്ചുണ്ടിൽ അപ്പം കൊടുക്കുന്ന ദൈവം ഏലിയായുടെ മുമ്പിലേക്ക് ചുട്ടെടുത്ത അപ്പം അവന് കൊടുക്കുന്നു. അവനത് കഴിയുന്നില്ല. അതിനുശേഷം അവന്റെ യാത്രയിൽ അവനൊരു നദീതീരത്ത് കിടന്നുറങ്ങുമ്പോൾ ഒരു വാടാമുൾച്ചെടിക്കരികിലായി നിൽക്കവേ അവന് വേണ്ടി ചുട്ടെടുത്ത അപ്പം ദൈവം കൊടുക്കുന്നു. കരമുർത്തി പറയൂ ഹല്ലേലൂയ.
സ്വരമൂർത്തി പറയൂ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം വീണ്ടും വെളിപ്പെടുത്തുക തന്നെ തൻ്റെ കരുതൽ, കാവൽ, തൻ്റെ കരുണ ഒക്കെയും അവിടുന്ന് വെളിപ്പെടുത്തുന്നത് ഈ അപ്പം കൊടുക്കലിലൂടെയാണെങ്കിൽ ആ പ്രവാചകന് വേണ്ടി അപ്പം ഒരുക്കിയ തമ്പുരാൻ അത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ വാടാമുൾച്ചെടികൾക്ക് ഇടയിലാണ്. കരമുയർത്തി പറയൂ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. രണ്ടു കരമൊന്ന് ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം തന്നെ വെളിപ്പെടുത്താൻ, പകരം വെക്കാൻ, തൻ്റെ പേര് വെളിപ്പെടുത്താൻ, തൻ്റെ ഭാവിയിലേക്കുള്ള ഭക്ഷണത്തെക്കുറിച്ചുള്ള സൂചന കൊടുക്കാൻ ഒക്കെയും തിരഞ്ഞെടുത്തത് ഒരു മുൾപടർപ്പിന് അരികിലായുള്ള സാന്നിധ്യമാണ്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് യേശു മുൾമുടി ചൂടി നിന്നതെന്ന്? യേശു എന്ന രക്ഷകൻ ഈ മണ്ണിലേക്ക് വന്നിട്ട്, യേശു എന്ന രക്ഷകൻ ഈ മണ്ണിലേക്ക് വന്നിട്ട് നമ്മുടെ മുഴുവൻ പാപങ്ങളെ പോക്കുന്ന രക്ഷകനാകാൻ വേണ്ടി അവൻ ഇസഹാക്കിനെ രക്ഷിക്കാനായി പകരം വന്ന ഒരു കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ വേണ്ടി, നമുക്ക് രക്ഷ നൽകാൻ വേണ്ടി അവൻ പകരം വെക്കപ്പെട്ട കുഞ്ഞാടായതുകൊണ്ടാണ് അവൻ നടന്നു വരുന്നത് കണ്ടിട്ട് സ്നാപയോഹന്നാൻ ചൂണ്ടി പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കരമുയർത്തി പറയൂ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയാ. അന്നേ യോഹന്നാൻ കാണുന്നുണ്ട് അവന്റെ തലമുകളിലെ ആ മുൾമുടി പടപ്പ് അവൻ കാണുന്നുണ്ട്. ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബൈബിള് വെറുതെ എഴുതിയേക്കുവാണെന്നാണോ നമ്മുടെ വിചാരം? ഈ വചനങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടോ? അന്തർധാര കണ്ടോ? എത്ര മനോഹരമാണല്ലേ. ഇസഹാക്കിന് പകരം മുൾപടർപ്പിൽ കിടന്ന ഒരു കുഞ്ഞാടിനെ എടുത്ത് ബലിയർപ്പിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന അബ്രഹാത്തിന്റെ വാൾമുനത്തുമ്പിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വാൾമുനത്തുമ്പിൽ നിന്ന് ഇറ്റി വീഴുന്ന രക്തത്തുള്ളികൾ ഇങ്ങനെ ഒരു ചാലായി വന്നാൽ, അത് ഒരു വഴിത്താരയായി മാറിയാൽ, രക്ഷാകര ചരിത്രത്തിലെ വഴിത്താരയായി മാറിയാൽ, ആ വഴിത്താര വീണ്ടും വന്നു നിൽക്കുന്നത് മോശ ആ ജത്രോയുടെ ആടുകളെ മേയ്ക്കുമ്പോ ആ മരുഭൂമിയിൽ വെച്ച് അവിടെ വെച്ച് കണ്ട എരിയാതെരിയുന്ന മുൾപടർപ്പിലെ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ടാണ്. കരമുയർത്തി പറയൂ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെ ഈ മുൾപടർപ്പിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു, ഞാനാണ് നിങ്ങളുടെ ദൈവം യാഹ്വേ, ഞാനാകുന്നവനാകുന്നു, ഞാനായിരുന്നവനാണ്, ഞാനായിരിക്കുന്നവനാണ്, ഞാനാകാനുള്ളവനാണ്. എല്ലാ ടെൻസുകളിലേക്കും എല്ലാ കാലങ്ങളിലേക്കും നീളുന്ന ദൈവത്തിന്റെ ആത്യന്തികമായ അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്ന ഈ വാക്ക് പറയപ്പെടുന്നത് എരിയാതെരിയുന്നൊരു മുൾപടർപ്പിലാണ്. അവൻ അടുത്ത് ചെന്ന് കാണാൻ ആഗ്രഹിച്ച ആ മുൾപടർപ്പ്. അതുകൊണ്ടാണ് തിരുഹൃദയെക്കുറിച്ചുള്ള ധ്യാനത്തിനിടയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ 3 അടയാളങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, മുള്ളാൽ ചുറ്റപ്പെട്ട ഹൃദയം, അതിനുള്ളിൽ അഗ്നി എരിയുന്നു, അഗ്നി എരിയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നു മുകളിലായി ഒരു കുരിശ്, ഒരു കുരിശ് അതിൻ്റെ മുകളിലായി കാണുന്നു. ഈ മനുഷ്യർക്ക് കിട്ടുന്ന ചില പ്രത്യേകമായ വരങ്ങളുണ്ടല്ലോ, ദർശനങ്ങൾ, പ്രത്യേക വരം, പർട്ടിക്കുലർ വിഷൻസ് എന്നൊക്കെ പറയും. ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന, ഒരു വ്യക്തിക്ക് കിട്ടുന്ന ദർശനങ്ങൾ ചിലതൊക്കെ സഭ പറയും മാറ്റിവെക്കും, അത് വേണ്ട, അത് അയാൾക്ക് മാത്രമായി രക്ഷാകരമായി മാറുന്നതാണ് എന്നൊക്കെ പറയും. ചില ദർശനങ്ങളും ചില വെളിപ്പെടുത്തലുകളും ഒക്കെ സഭ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്തതിൽ ഒന്നാണ് ഈ തിരുഹൃദയത്തിന്റെ ഭക്തി. അതില് 3ാമത്തെ അടയാളം എന്താണ്? കുരിശാണ്. കുരിശിലേക്ക് കൽത്തളം, ഗബ്ബാത്ത മുഴുവൻ, പിലാത്തോസിന്റെ ഗബ്ബാത്ത മുതൽ ഗാഗുൽത്ത, കാൽവരി എന്ന ഗാഗുൽത്തായിലേക്കുള്ള വഴിയാത്രകളിൽ അബ്രഹാത്തിന്റെ ആ ചോരപുരണ്ട കത്തിയിൽ നിന്നും ഇറ്റിറ്റ് വീണ രക്തത്തുള്ളികൾ ദാ ഇവിടെ
മുൾപടർപ്പിൽ എരിയാതെരിയുന്ന ദൈവ സ്നേഹത്തിന്റെ ആ മുൾപടർപ്പ് അങ്ങനെ യാഹുവേ ഞാനാകുന്നവനാകുന്നു എന്ന് പറഞ്ഞവൻ നിന്ന് വീണ്ടും ആരംഭിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നേരെ മോറിയാ മലമുകളിൽ നിന്ന് കയറി ഇറങ്ങിയതുപോലെ കാൽവരി മലമുകളിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ അവന് ചുറ്റപ്പെടാൻ അന്ന് ഏദൻ തോട്ടത്തിൽ രക്ഷയ്ക്ക് വിഘാതമായി ശാപത്തിന്റെ അടയാളമായി നിന്ന അതേ മുൾമുടി ഇങ്ങനെ തലയിൽ ചുറ്റി അവൻ നിൽക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ചരിത്രത്തിൽ ദൈവം രക്ഷിക്കാൻ തൻ്റെ പുത്രനെ അയക്കുമ്പോൾ അതിൻ്റെ അടയാളമായിട്ടാണ് സർവ പാപങ്ങളുടെയും ശാപങ്ങളുടെയും മുൾമുടിയെ സ്വന്തം ശിരസിലേറ്റുന്നവൻ. അവൻ്റെ പേരാണ് ക്രിസ്തു. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എരിയാതെരിയുന്ന തിരിനാളം പോലെ ആ മുൾപടർപ്പിൽ നിന്നവന്റെ സ്നേഹം ഇസ്രയേൽ ജനത്തിന്റെ ജീവിതത്തിലുടനീളം അവരോടൊപ്പം അഗ്നിത്തൂണായി മേഘസ്തംഭമായി നടന്നവൻ, അവർക്ക് വേണ്ടി മന്ന പൊഴിച്ചവൻ, അവരുടെ ആ മന്ന സൂക്ഷിക്കാൻ പറഞ്ഞവൻ, വാഗ്ദാന പേടകത്തിൽ കൂടെയായിരുന്നവൻ, അവർക്ക് വേണ്ടി കടൽ മാറ്റി കരതെളിച്ചവൻ, നിത്യസാന്നിധ്യമായി അവരോടൊപ്പം നടന്നവൻ ദാ തലയിൽ ഒരു മുൾമുടിയും ധരിച്ചു നിൽക്കുന്നു. അവനാണ് നമ്മുടെ രക്ഷകൻ. ഇത് ഏറ്റുപറയുന്നവർക്കാണ് രക്ഷ. കരമുയർത്തി പറയൂ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയ. ഹല്ലേലൂയക്ക് ശബ്ദം പോരല്ലോ, ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തുമാത്രം രക്ഷാകരമായ ഒരു വെളിപ്പെടുത്തലാണ് തമ്പുരാൻ നമുക്ക് തരുന്നത് വചനത്തിലൂടെ. കരമൊന്നുകൂടി ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു ധ്യാനപന്തലിലായിരിക്കുകയാണ്. ധ്യാനത്തിന് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്, ദൈവിക വെളിപ്പെടുത്തലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്, വീക്ക് ഡേ ആണ്. അപ്പോൾ മറ്റു പരിപാടികൾ പലതും മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന നമുക്ക് തമ്പുരാന്റെ വെളിപ്പെടുത്തലുകളിൽ രക്ഷകനായി ദൈവം കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, യേശു എനിക്കാര് എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താണെന്നോ? യേശു ദൈവമാണ്, ശരിയാണ്. ദൈവം നമ്മുടെ മണ്ണിലേക്ക് വന്നവനാണ്, ദൈവപുത്രനാണ്, ശരിയാണ്. മനുഷ്യപുത്രനാണ്, ശരിയാണ്. പക്ഷേ നിനക്ക് യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഉത്തരം യേശു എൻ്റെ രക്ഷകൻ. കാരണം അവൻ ശാപത്തിന്റെ മുൾമുടികളെ തൻ്റെ ശിരസിലേറ്റത് കൊണ്ട് അവൻ ആ മുൾമുടി പടർപ്പിങ്ങനെ ചൂടിക്കിടക്കുന്ന കുഞ്ഞാടായി, അവൻ എരിയാതെരിയുന്ന സ്നേഹത്തിന്റെ തീനാളമായി, അവൻ കാക്കച്ചുണ്ടിൽ അപ്പം കൊടുത്തൊരു ദൈവം ഈ മണ്ണിൽ മനുഷ്യന് വേണ്ടി കൊടുത്ത ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഏറ്റവും വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് മനുഷ്യരെ തീറ്റുമെന്ന് പ്രവചിച്ച ദൈവം അവർക്ക് വേണ്ടി കൊടുത്ത ഏറ്റവും നല്ല ഭക്ഷണമായി അവൻ മാറാൻ പോവുകയാണ്. ഒരു കുരിശു മരണത്തിനൊരുങ്ങുകയാണ്. അങ്ങനെയാണ് അവൻ നമ്മുടെ രക്ഷകനായി മാറുന്നത്. ഈ രക്ഷയുടെ അനുഭവം ഓരോ മനുഷ്യനും കിട്ടാൻ വേണ്ടി അവൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഈ 3 സത്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരൾത്താര സൃഷ്ടിച്ചു എന്നുള്ളതാണ്. കരമുയർത്തി പറയൂ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ അർത്ഥം, ക്രിസ്തു രക്ഷാകരമായ തൻ്റെ ഈ സാന്നിധ്യത്തെ, രക്ഷാകരമായ തൻ്റെ അസ്തിത്വത്തെ, രക്ഷാകരമായ തൻ്റെ കാരുണ്യത്തെ, രക്ഷാകരമായ തൻ്റെ സ്നേഹത്തെ ഒക്കെയും വെളിപ്പെടുത്തുന്ന ഇടമാണ് ഒരു അൾത്താര. അവിടെയാണ് കാക്കച്ചുണ്ടിൽ അപ്പം കൊടുത്ത ദൈവം, തട്ടിപ്പറിക്കുന്നവൻ്റെ ചുണ്ടിൽ പോലും അപ്പം വെക്കുന്ന ദൈവം മനുഷ്യർക്ക് വേണ്ടി തൻ്റെ പുത്രനെ അപ്പമാക്കി മാറ്റുന്നത്. കരമുയർത്തി പറയൂ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചരിത്രത്തിലൂടെ ഇടപെട്ടൊരു ദൈവം ചരിത്രത്തിൻ്റെ സാക്ഷ്യപത്രമായി നമുക്ക് രക്ഷാകരമായ ഭക്ഷണമായി ഇവിടെ എഴുന്നള്ളുന്നതിനെ കുറിച്ച് ധ്യാനിക്കാനാണ് ഈ ദിവസം നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് തമ്പുരാൻ ഈ ദിവസം നമുക്ക് തന്നിരിക്കുന്നത്. കരമുയർത്തി പറയൂ ഹല്ലേലൂയ,
ഹല്ലേലൂയ. സ്വരമേറ്റി പറയൂ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ വചന വ്യാഖ്യാനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഒരു ദിവ്യബലി അർപ്പണം, ഒരു ദിവ്യബലി അർപ്പണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രദാനം ചെയ്യുന്നത്? രക്ഷാകരമായ അനുഭവം. എന്താണ് രക്ഷാകരമായ അനുഭവം? മോശ എരിയാതെരിയുന്ന മുൾപ്പടർപ്പിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. മലിനമായ ആസക്തികളുടെ നിറഞ്ഞ പാപഗ്രസ്തമായ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ നീ ആഗ്രഹിക്കുന്നെങ്കിൽ രക്ഷിക്കാനായി ദൈവമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ബലിപീഠവും ഒരു കുമ്പസാരക്കൂടും. കരമുയർത്തി പറയൂ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയൂ ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് നമുക്ക് ഈ വചനത്തെ വ്യാഖ്യാനിച്ചെടുക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ അനുരഞ്ജന കൂദാശയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു നടപടിക്രമമായി, ആചാരമായി, ആചരണമായി ഒക്കെ അതിനെ കാണാറുണ്ട്. പക്ഷേ ഇന്ന് തമ്പുരാൻ നമുക്കൊരു വെളിപ്പെടുത്തൽ തരുന്നുണ്ട്. എന്താണെന്നോ? രക്ഷയുടെ പന്താവിലേക്ക് നടക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ അഴിച്ചു വെക്കേണ്ട ചെരുപ്പുകളെ കുറിച്ച് നീ ധ്യാനിക്കുന്നെങ്കിൽ, ആ അഴിച്ചു വെക്കുന്ന ചെരുപ്പുകൾ മാത്രമല്ല, വാ അടുത്ത് വന്ന് കാണ് എന്നും കൂടി പറയുന്നുണ്ട്. വാ അടുത്ത് വന്ന് കാണ് എന്നും കൂടി പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം പോസിറ്റീവായിട്ട് കൂടി ഈ അനുരഞ്ജന കൂദാശയെ കാണണം. കുറെ പാപങ്ങൾ ഇങ്ങനെ ഏറ്റുപറയുന്നു, ആ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാവും, ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ നിന്റെ ആത്മീയ ജീവിതത്തിലേക്ക്, നിന്റെ ദൈവവുമായുള്ള നിന്റെ ഇടപാടുകൾ എങ്ങനെയാണ്, നീ ദൈവവുമായുള്ള നിന്റെ ഇടപാടുകൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കൊണ്ടൊരിടം കൂടിയല്ലേ ഈ കുമ്പസാരക്കൂട്. കാശൊന്നും കൊടുക്കാതെ, ഒരു റെസീറ്റ് പോലും എഴുതാതെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി കരുണയുടെ ഏറ്റവും വലിയ ഒരു കവാടം തുറന്നു വന്നിട്ട്, വാ വന്ന് കാണാ എൻ്റെ സ്നേഹം, എരിയാതെരിയുന്ന സ്നേഹം. എത്രമാത്രം പാപം ചെയ്താലും, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അതിനെ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതാക്കാൻ കഴിയുന്നൊരു ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരിടത്ത് നീ കടന്നു വന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് 100 പ്രാവശ്യമായി പറയുന്നത് ഒക്കെയും പറഞ്ഞിറങ്ങി പോകുന്നുവെങ്കിൽ നീ സ്വസ്ഥമായിട്ടൊന്നിരുന്നേ. നിനക്ക് നിന്റെ ദൈവവുമായുള്ള ബന്ധം എന്താണ്? ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു ദൈവവുമായുള്ള ബന്ധം എന്താണ്? എൻ്റെ ദൈവമേ, കുറച്ചുകൂടി നിന്നോട് അടുത്തു വരൂ, കാണൂ എന്ന് മോശയോട് പറഞ്ഞ അതെ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരും ഈ മലയിൽ എന്ന് പറഞ്ഞ ദൈവം, നിനക്ക് വേണ്ടി അപ്പമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് കൂടി അറിയുന്നൊരിടമല്ലേ? എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ലാവണ്യം, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എന്താണെന്നോ? ക്രൈസ്തവ വിശ്വാസത്തിന്റെ ലാവണ്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ഒരു തീരുമാനമെടുക്കുന്നത്, ഇങ്ങനൊരു വഴിയെ പോയാൽ പോരാ, എന്റെ തമ്പുരാനോട് ചേർന്ന് എനിക്ക് നിൽക്കണം, വന്ന് കാണണം എന്നൊക്കെ നീ എപ്പോ തീരുമാനമെടുക്കുന്നുവോ, ആ എടുക്കുന്ന തീരുമാനത്തിന്റെ അതേ സമയം ദൈവം ആ രക്ഷയ്ക്ക് വേണ്ടി പദ്ധതി ഒരുക്കി അവൻ അരികിലെത്തുമെന്നുള്ളതാണ്. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ലാവണ്യം. എപ്പോഴാണോ ഒരു തിരിച്ചുവരവ് നീ തയ്യാറായി നിൽക്കുന്നത്, അപ്പോ നിന്റെ ദൈവം നിന്റെ അരികിലെത്തും. മോശ കൊലപാതകിയായി ആത്മസംഘർഷവുമായി നിൽക്കുമ്പോ, ഒരു ഗതിയും പരഗതിയുമില്ലാതെ നിൽക്കുമ്പോ, അവൻ അടുത്തു വന്ന് കാണാൻ മാത്രം ആ എരിയാതിരിയുന്ന മുൾപ്പടപ്പിന് അരികിലെത്തിയപ്പോ ദൈവം അവന്റെ ഭാഗധേയങ്ങളെ മാറ്റുന്നു. അവൻ ചരിത്രത്തിൽ ഒരു ജനത്തിന്റെ മുഴുവൻ ഭാഗധേയത്തെ മാറ്റുന്നവനായി മാറുന്നു. വിക്കനായിരുന്നവൻ ആ ജനത്തെ നയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ 40 വർഷക്കാലം പോകാൻ മാത്രം ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അടയാളമായി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു അടയാളമായിരുന്നു മന്ന. ആ മന്നയിലേക്ക്, ജീവന്റെ മന്നയിലേക്ക് എത്താൻ ദൈവമൊരുക്കിയ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു ഈ മോശ. മന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അവരുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പരാതിപ്പെടുന്നൊരു പരാതിയുണ്ട്. എന്താണെന്നോ? അതെ,
അവിടെ ഇറച്ചി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്നാമത് ഇറച്ചി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാൻ കൊണ്ടുവന്നേക്കുവാണോ? അടിമത്തത്തെക്കാൾ അവർക്കിഷ്ടം ഇറച്ചി കഷ്ണങ്ങളായിരുന്നു. പാപത്തിന്റെ അടിമത്തത്തിന് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ സന്തോഷമുണ്ട് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ആ സന്തോഷം ആ ഇറച്ചി കഷ്ണങ്ങൾ പോലെയാണെങ്കിൽ തമ്പുരാൻ പറയുന്നു, അത് വിട്, വാ, നിനക്ക് വേണ്ടി ഞങ്ങൾ മന്ന പൊഴിക്കുന്നു. ആ മന്ന പൊഴിച്ചപ്പോ അവർ പരസ്പരം ചോദിക്കുന്നു, ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരും പഠിച്ചവരൊക്കെ ഉണ്ടായി നമുക്കറിയാം. വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ അതൊരു വസ്തുവിനെ കുറിച്ചുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദിസ്? മന്ന ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദിസ്. അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ചില മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ചില മനുഷ്യർ ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ബലിയുടെ മുമ്പിൽ അവരുടെ ഇരിപ്പും നിപ്പും പ്രാർത്ഥനാനുഭവവും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെയൊക്കെ ഒരു മനോഭാവം, വാട്ട് ഈസ് ദിസ്? ഞാൻ തിരുവല്ലക്കാരനാണ്. തിരുവല്ലയാണ് എൻ്റെ സ്വദേശം. അവിടെ എൻ്റെയൊക്കെ യൗവനകാലത്തിന് തൊട്ട് താഴെ കൗമാര യൗവനകാലത്തിൽ ചില മനുഷ്യർ അവിടെ ഓട്ടോറിക്ഷയിൽ മൈക്ക് വെച്ച് കെട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, അതെ, ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ ഒരുമിച്ച് കൂടി അപ്പം മുറിക്കലെന്നൊക്കെ പറയുന്നത് വെറുതെയാ, വെള്ളയിട്ട കുഴിമാടങ്ങളാണ് വൈദികർ, എന്തിനാണ് സന്യസ്തർ എന്നൊക്കെ പറയുന്നു. കെ പി യോഹന്നാൻ എന്ന പാസ്റ്ററായിരുന്നു അതിൻ്റെ പിറകിലുണ്ടായിരുന്ന ആള്. അദ്ദേഹത്തിന്റെ ഫണ്ടിങ്ങിലാണ് ഇത്തരം വാക്കുകൾ പറഞ്ഞത്. പള്ളിയുടെ മുമ്പിലൂടെ ഒക്കെ ഇങ്ങനെ പോകും, പള്ളിയുടെ മുമ്പിലൂടെ ഒക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകും, ഈ കൂട്ടായ്മ അപ്പം മുറിക്കൽ അത് വെറും ഒരു സാധാരണ അപ്പം മുറിക്കലാണ് എന്നൊക്കെയുള്ള വചനവുമായി വചനത്തിന്റെ പിൻബലത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കും. ഏറെ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ യൗവനക്കാർക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ആ സഭയുടെ യൗവനക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് എനിക്ക് യോഹാൻ അത്തനേസ്യൂസ് മാർ യോഹാൻ ഒന്നാമൻ എന്നു പേരുള്ള കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകം, കുറെ പുസ്തകങ്ങൾ എനിക്ക് സമ്മാനം തന്നതിൽ ഒരു പുസ്തകം ഈ എടുത്ത് ഞാൻ മാറ്റിവെച്ചു. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? യൂക്കറിസ്റ്റ്, ദിവ്യകാരുണ്യം. ഒരു കാലത്ത് ഇതൊന്നും സഭാ പഠനങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞൊരാൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാൾ, പഠനത്തിനും പ്രായമെത്തുമ്പോഴും അയാൾക്ക് മനസ്സിലാകുന്നു ദിവ്യകാരുണ്യം ഒരത്ഭുത രക്ഷണീയ ദൗത്യത്തിന്റെ ഭാഗമാണ് എന്ന്. അതുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതുന്നു. അപ്പൊ കഴിഞ്ഞ 2000 വർഷമായി, കഴിഞ്ഞ 2000 വർഷമല്ല, അതിനു മുൻപ് സഭ പഠിപ്പിച്ച പഠനങ്ങളൊക്കെ എത്രയോ സത്യമാണ്. ദിവ്യകാരുണ്യം എത്രയോ സത്യമാണ്. കരിമർത്തി പറയൂ ഹല്ലേലൂയ, സ്വരമർത്തി പറയൂ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരു വിവാഹം നടത്തുക, വിവാഹം നടത്തി, വിവാഹത്തിന്റെ റോമൻ ക്രമം അനുസരിച്ച് കുർബാനക്കിടയിൽ വിവാഹം നടന്നു, കുർബാന തുടരുന്നു. കുർബാന സ്വീകരണത്തിന്റെ സമയമായപ്പോ ഞാൻ എൻ്റെ കസിനാണ് പയ്യൻ, അവൻ്റെ അടുക്കിലോട്ട് ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി നാവ് നീട്ടുന്നതിന് പകരം അവൻ എന്നോട് പറഞ്ഞു, അതെ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്, ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെന്ന് ആലോചിച്ച്. ഒരു അരമണിക്കൂർ മുമ്പ് പരസ്പരം വിവാഹം എന്ന കൂദാശ ആശീർവദിച്ച ഞാൻ വിശുദ്ധ കുർബാനയുമായി ഒരാളെ സമീപിക്കുമ്പോൾ അയാൾ പറയുന്നു, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഭൂമി ഇങ്ങനെ പിളർന്ന് താഴോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷമല്ലേ അത്? ഞാൻ വിയർത്തൊലിക്കുന്നു. പെട്ടെന്ന് വിചാരിച്ചു വന്ന് പറഞ്ഞു, അച്ഛൻ പോയിരിക്കുക, ഇരുന്നോളാൻ പറഞ്ഞു. വിവാഹമൊക്കെ കഴിഞ്ഞു. ഞാൻ വൈകുന്നേരം ആയപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നു. എല്ലാവരും ഉണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് നട്ടെല്ലുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് പറയണമായിരുന്നു, ഞാൻ ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുന്നില്ല, വിവാഹത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന്. അപ്പൊ അവൻ പറയാണ്, ദൈവം ആശീർവദിച്ചതാണ് വിവാഹം എന്ന കൂദാശ. ഉൽപ്പത്തി പുസ്തകം അച്ഛൻ വായിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി, എന്ത്, ഇവനെ ആരോ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആലപ്പുഴ തീരദേശങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കണം, നമ്മുടെ മക്കൾ വിദേശങ്ങളില്, നമ്മുടെ കേരളത്തിന് പുറത്തേക്കുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ വല വിരിച്ച ആൾക്കാർ കാത്തിരിപ്പുണ്ട്. തെറ്റായ പ്രബോധനങ്ങളാൽ
ഇതുപോലുള്ള സെക്റ്റുകളിൽ വന്ന് പെട്ടിട്ട് അവർക്ക് നമ്മൾ പഠിപ്പിച്ച പാഠങ്ങളും പഠനങ്ങളും തെറ്റാണെന്ന് പറയാൻ ഔത്സുക്യം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും കുറച്ചുകൂടി ജാഗ്രതയോടെ നിൽക്കാനാണ് ഞാൻ ഈ സംഭവം പറയുന്നത്, ആരെയും കൊച്ചാക്കാനല്ല. അങ്ങനെ ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ ആരോ പഠിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. ശരി. അപ്പം ഞാൻ വിചാരിച്ചു നീ ഇരിക്കേ. അപ്പോൾ കുറച്ച് പേര് കാണാനും കേൾക്കാനും ഒക്കെ കൂടി വന്നു. ഞങ്ങൾ തമ്മിലുള്ള വാഗ്വാദം. ഞാൻ പറഞ്ഞു ശരി, നീ പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ പറയാം. ഓക്കെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നീ വായിക്കുന്നില്ലേ, ലോത്തിനെ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരവസ്ഥ. പിടിച്ചുകൊണ്ടുപോയിട്ട് അവനെ തിരിച്ചു കിട്ടുമ്പോൾ അബ്രഹാം സന്തോഷത്തോട് ബലിയർപ്പിക്കാൻ, കൃതജ്ഞതാ ബലിയർപ്പിക്കാനായി ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി ബലിയർപ്പിക്കാൻ കടന്നു വന്നവന്റെ പേരെന്താണ്? മെൽക്കിസദേക്ക് എന്ന ആ പുരോഹിതൻ, മഹാപുരോഹിതൻ. മെൽക്കിസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവെന്നാണ്. അവൻ ശാലോമിലെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. ഈ മനുഷ്യൻ വന്ന് എടുത്തുയർത്തി വാഴ്ത്തുന്നത് ഏതടയാളമാണെന്ന് നിനക്കറിയാമോ? മെല്ലെ പറയുന്നു, അപ്പവും വീഞ്ഞു. ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിളിച്ചു ചേർക്കപ്പെട്ട ആദ്യത്തെ വിളിച്ചു ചേർക്കപ്പെട്ട അനുഗ്രഹമാകും എന്ന് പറഞ്ഞവന് വേണ്ടി കൃതജ്ഞതാ ബലിയർപ്പിക്കാൻ കടന്നു വരുന്ന മെൽക്കിസദേക്ക് എടുത്തുദ്ധരിച്ചത്, എടുത്തു വാഴ്ത്തിയത് അപ്പവും വീഞ്ഞുമാണെങ്കിൽ, ഇവിടെ ഒരു വൈദികൻ അതെടുത്ത് വാഴ്ത്തുമ്പോ എത്ര സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ ഭാരം ഇല്ലേ? ഉണ്ട്. തീർന്നില്ല. ബൈബിളിൽ 3 സുവിശേഷങ്ങളിലും പറയുന്ന ഒരേ വാചകങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, എടുത്തു ഭക്ഷിക്കൂ. 4-ാമത് കൊരിന്ത്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഓർപ്പിക്കുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ആ രാത്രി അവൻ അപ്പം എടുത്തു വാഴ്ത്തി. ഇതൊന്നും അവൻ വായിച്ചിട്ടില്ല, ഇതൊന്നും അവൻ അറിഞ്ഞുകൂടാ. ഇവിടെ ദൈവമുണ്ടോ? രക്ഷകനായ ദൈവം ഈ അപ്പത്തിലുണ്ടോ? ഈ ചോദ്യമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എരിയാതിരിയുന്ന മുൾപ്പടർപ്പിലെ അതേ ദൈവം, യാഹ്വേ എന്ന് തന്നെ വെളിപ്പെടുത്തിയ ദൈവം, മുൾപ്പടർപ്പിനിടയിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞതെങ്കിൽ, ഇവിടെ ഈ അൾത്താരയിൽ ഒരു ദൈവം എഴുന്നള്ളി വരുമ്പോ ഇവിടെ ദൈവമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസത്തിൽ മുൾമുടി അണിഞ്ഞവൻ എന്തിനു മുൾമുടി അണിഞ്ഞു എന്നൊരു ഉത്തരവുണ്ട്. അവൻ അപ്പമാകാൻ വേണ്ടിയാണ് മുൾമുടി അണിഞ്ഞത്. അവൻ എല്ലാ ശാപങ്ങളും ഏറ്റുവാങ്ങാനായി മണ്ണിന്റെ മേൽ ശാപഗ്രസ്തമായ മനുഷ്യന്റെ മേൽ, പ്രകൃതിയുടെ മേൽ, ഈ സകല സൃഷ്ടികളുടെയും മേൽ പതിച്ചിരിക്കുന്ന എല്ലാ ശാപങ്ങളെയും സ്വന്തം ശിരസിൽ ഏറ്റുവാങ്ങിയവൻ അപ്പമായി ഒരു അൾത്താരയിൽ എഴുതുന്നു. ഇതല്ലേ അത്ഭുതം! ഈ അത്ഭുതത്തിന് മുമ്പിലല്ലേ കരം കൂപ്പി നിൽക്കേണ്ടത്? ഇതല്ലേ കണ്ണു തുറന്ന് കാണേണ്ടത്? ഇതിനപ്പുറത്തൊരു അത്ഭുതമുണ്ടോ? ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, അപ്പമായി മാറുവാനായി തന്നെ വിട്ടുകൊടുത്ത ദൈവം, മറ്റൊരു കുഞ്ഞാടായി മാറാനായി തന്നെ വിട്ടുകൊടുത്തൊരു ദൈവം, അവൻ ആ മെൽക്കിസദേക്കിന്റെ കരങ്ങളുണ്ടായിരുന്ന അതേ അടയാളം അപ്പവും വീഞ്ഞും ഇന്ന് ലോകത്തിൽ ഇതേ സമയം 5 ലക്ഷം ബലിയർപ്പണങ്ങൾ നടക്കുമ്പോൾ അവിടൊക്കെ അപ്പമായി മാറുന്നൊരു ദൈവം. ഇതാണ് രക്ഷകൻ, ഇതാണ് നമ്മുടെ രക്ഷകൻ. ആ രക്ഷകന്റെ അടയാളമായി മുൾപ്പടർപ്പിനിടയിൽ കാണുന്ന ദൈവ സാന്നിധ്യം, അവൻ കാക്കച്ചുണ്ടിൽ അപ്പം കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ വൈദികന്റെയും കരങ്ങളിലൂടെ അപ്പമായി മാറാനായി ദാ ഇവിടെ കടന്നു വരുന്ന ദൈവത്തിന്റെ മുമ്പിൽ കരം കൂപ്പി നമ്മൾ നിൽക്കണ്ടേ? ചെരുപ്പഴിച്ചു മാറ്റ്. ഇതാണ് അനുരഞ്ജന കൂദാശയും ഈ ദിവ്യകാരുണ്യം എന്ന കൂദാശയും തമ്മിലുള്ള ബന്ധം. ചെരുപ്പഴിച്ചു മാറ്റുകയാണ്. പറഞ്ഞു വന്നത് വളരെ ചരിത്രപരമായ രക്ഷാകര ചരിത്രത്തിന്റെ ഒരു ഗതിയാണ് പറഞ്ഞത്. കണ്ണുനടച്ചേ, കരമൊന്ന് ചങ്കോട് ചേർത്ത് പിടിച്ചേ, ഇങ്ങനൊന്ന് ബന്ധവുമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന എല്ലാ സത്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഇടത് കരമൊന്ന് ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ. എല്ലാവരും തന്നെ സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നിന്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്തെന്ന് പറയുന്നു. ആത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്നതിനെ ഓർത്തെന്ന് പറയുന്നു. വചനത്തിന്റെ അകമ്പലുകൾ വെളിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ചരിത്രത്തിലൂടെ ഇടപെടുന്ന ഒരു ദൈവമേ, ഞങ്ങളുടെ നാവിലേക്ക് ജീവനിലേക്ക് എഴുന്നള്ളുന്ന തമ്പുരാനെ, നീ അപ്പമായി മാറുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊരു വിശ്വാസത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. നിന്നെ പ്രാർത്ഥിക്കാൻ കാരുണ്യവാനാ ദൈവമേ, ഞങ്ങളുടെ നാവിലേക്ക് എഴുന്നള്ളുമ്പോൾ അതിനൊരു ചരിത്രത്തിന്റെ ഭാരമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇസഹാക്കിന് പകരം വെച്ചൊരു കുഞ്ഞാടിന്റെ രക്തത്തുള്ളികൾ അതിന് രുചിയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളത് ആ മോശയ്ക്ക് വെളിപ്പെടുത്തിയ അഗ്നിയുടെ ചൂട് നിന്റെ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പൊള്ളിയില്ല. തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി കാക്കച്ചുണ്ടിൽ അപ്പം കൊടുത്ത എലിയായുടെ മുമ്പിലേക്ക് മുൾപടർപ്പിനിടയിൽ അപ്പം വെച്ച് വിളമ്പുന്ന തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി യോഗ്യതയില്ലാതിരിക്കുക ഞങ്ങളുടെ നാവിലേക്ക് അപ്പമായി വെച്ച് വിളമ്പുന്ന ദൈവമേ, നീ മുൾമുടി ചൂടി നിന്നത് ഞങ്ങളുടെ രക്ഷകനായി മാറി എന്നതിന്റെ അടയാളമാണെങ്കിൽ, ഇന്ന് ഓരോ ബലിവേദിയിലും നീ മുൾമുടി ചൂടി നിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപ്പമായി മാറാനാണ്, വീഞ്ഞായി രൂപാന്തരപ്പെടാനാണ്, നിത്യകാരുണ്യമായി ദിവ്യകാരുണ്യമായി ഞങ്ങൾക്ക് വേണ്ടി എരിയാതെരിയുന്ന സ്നേഹത്തിന്റെ നിദർശനമായി മാറുകയാണ്. ഞങ്ങൾക്ക് പകരം നീയാണല്ലോ ബലിയർപ്പിക്കപ്പെടുന്നത്. യേശുവേ, രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്ന അബ്രഹാത്തിന്റെ ആ കത്തിയിൽ നിന്നുള്ള രക്തത്തുള്ളികൾ ചാലുകീറിയ അതേ വഴിത്താരയിലൂടെ നടന്ന് കാൽവരി മലമുകളിലേക്ക് നീ കടന്നു കയറുമ്പോൾ നിന്റെ തലമുകളിൽ ആ ശാപഗ്രസ്തമായ എല്ലാ മുൾപടർപ്പുകളെയും തലയിലേറ്റി ഞങ്ങൾക്ക് വേണ്ടി തലേ രാത്രി അപ്പമായി മാറി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഓരോ ബലിവേദിയിലും അപ്പമായി മാറുന്ന തമ്പുരാനെ, നീ ഞങ്ങൾക്ക് വിശ്വാസം തരണമേ. എല്ലാ ചെരുപ്പുകളും അഴിച്ചു വെച്ച് നിനക്ക് വേണ്ടി നാവ് നീട്ടുമ്പോൾ രുചിക്കാൻ എത്ര മധുരമാണ് എൻ്റെ ദൈവമേ നീ എന്ന് രുചിച്ചറിയുവാൻ. എത്ര പൊള്ളുന്ന അനുഭവം, സ്നേഹത്തിൻ്റെ പൊള്ളുന്ന അനുഭവമാണതെന്ന് കാഞ്ഞ് അറിയുവാൻ. തമ്പുരാനെ, ബലിവേദിയിൽ കരം കൂപ്പി നിൽക്കാൻ ഇതിനൊരു ചരിത്രമുണ്ടെന്നും ആ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെന്നും ഒരു യോഗ്യതയും ഇല്ലാതിരിക്കെ ഞങ്ങളുടെ നാവിലേക്കും ജീവനിലേക്കും എഴുന്നള്ളുന്ന ദൈവമാണ് നീ എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രണ്ട് കരം നിർത്തിയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ.